ഓക്കെ, ശ്രീ ജെയ്സൺ, കേരള കോൺഗ്രസ് എം മറുകണ്ഠം ചാടാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. ചെയർമാന് തന്നെ അതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെയുള്ളവർ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി, അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരുന്നു അങ്ങനെയൊരു മാറ്റം? പൊതുവിൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണോ പാലാ നിയമസഭാ മണ്ഡലത്തിലുള്ളത്? അവതാരകൻ പറഞ്ഞത് വളരെ കണക്ക് കൂട്ടി പാലാ എന്ന സ്ഥലത്ത് ഒന്ന് അവതരിപ്പിച്ചു തന്നോടുള്ളൂ. അങ്ങനെ ഒരു തീരുമാനവും ആരും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായത് മുതൽ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളെ ആരെല്ലാം ഉപദ്രവിച്ചോ അവരെ ഇരുത്തുന്ന 10 വർഷമായി തിണ്ണ നിരക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് കേരള കോൺഗ്രസ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾ പലരും ഓർക്കിറങ്ങി ഇയാൾ എന്നെ ഈ 3ാം തുടർ ഭരണത്തിൽ നിന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരമില്ലേ എന്ന്. ഒരു വികാരവുമില്ല. തീർച്ചയായിട്ടും 3ാം ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സംശയവുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുറകോട്ട് പോകണം. ആ പുറകോട്ട് പോകുമ്പം കോൺഗ്രസിന് കിട്ടിയ സീറ്റ് ആദ്യം 36, 34, 26, കഴിഞ്ഞ തവണ 21. അതേസമയം നിങ്ങൾ 2011 ഇലക്ഷൻ എടുത്തേ. 2011 LDF കിട്ടിയത് 68 സീറ്റ്. 68, അതായത് ഇടതുപക്ഷ മുന്നണി 68 തുടങ്ങുമ്പോൾ 41 സീറ്റ് പ്രതിപക്ഷത്തുള്ള UDF 30 സീറ്റും കൂടെ മേടിക്കണം. നമുക്ക് 2-3 സീറ്റ് മേടിച്ചാൽ LDF അധികാരത്തിൽ വരാം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യണം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 110 സീറ്റിൽ നിന്നും 80 സീറ്റിലേക്ക് UDF കൂപ്പുകുത്തി. പാലാ ലീഡ് ചെയ്തു, LDF ലീഡ് ചെയ്തു. എന്തിനാ ലീഡ് ചെയ്തത്? കഴിഞ്ഞ 5 വർഷക്കാലം, മൊത്തം 7 വർഷക്കാലം പാലായുടെ MLA പാലായോട് ചെയ്ത നിരുത്തരവാദപരമായ നടപടികൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലില്ലാതെ നിയമസഭാ പ്രവർത്തനത്തിൽ കാണിച്ച അലംഭാവം, നിഷ്ക്രിയത്വം, ഇതിനെ ജനം ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് LDFിനോടൊപ്പം ഇന്ന് വളരെ വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത, UDFിന് വോട്ട് ചെയ്ത, BJPക്ക് വോട്ട് ചെയ്ത ആളുകൾ നമ്മളോടൊപ്പം കൂടിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ രാജൻ ചില കാര്യം സൂചിപ്പിച്ചു. ടൂറിസത്തിൻ്റെ വളർച്ച എന്ത് ചെയ്തു എന്ന് ഒരു കണക്കും വെച്ച് തെളിയിക്കാൻ പറ്റിയില്ല. പാലായോട് ചേർന്നതാണ് 6 പഞ്ചായത്തുകൾ. ഒരു മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കുകാരനും ഉണ്ടായിരുന്ന സ്ഥലമാണ് പാലായോട് ചേർത്ത മേലുകാവ്, മൂന്നലവ്, തലനാട്, ഭരണങ്ങാനം, കടനാട്, തലപ്പര ഉൾപ്പെടെയുള്ള 6 പഞ്ചായത്തുകൾ. അവിടെ ജനവാസം അസാധ്യമായിരുന്നു. അവിടെ ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നില്ല. 2011-2015 കാലഘട്ടത്തിൽ കോടാനുകോടി രൂപ കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയായ ബാലൻ സാറ് അവിടെ ഇട്ടിയാണ് ഇങ്ങോട്ടെല്ലാം റോഡുകൾ ഉണ്ടായത്. റോഡ് സൗകര്യം, ഗതാഗത സൗകര്യം, ഇലവീഴ പൂഞ്ചെറിയിലും ഇല്ലിക്ക് കല്ലിലും മല തുരന്ന റോഡുകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ നാടിനെ കേരളം അറിയാൻ തുടങ്ങിയത്, രാജ്യം അറിയാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നിയമസഭയിലെ MLAയുടെ പ്രവർത്തനം നിങ്ങളൊന്ന് നിയമസഭയുടെ റെക്കോർഡ് പരിശോധിക്കുക. കൃത്യമായിട്ട് കിട്ടും, ആരെപ്പറ്റിയും കിട്ടും. 140 MLAമാരെ ഇവിടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നിയമസഭാ കമ്മിറ്റിയിൽ നിയമസഭയെ പോലും പോകില്ല, ബജറ്റ് ദിവസം പോലും പോകില്ല. അതുപോലെ ഒരു കമ്മിറ്റിയിലും നിയമനിർമ്മാണ ചർച്ചയിൽ പങ്കെടുക്കില്ല. എന്ത് നിസ്സംഗതയായിരുന്നു! ആ നിസ്സംഗതയാണ് എന്നെ ചോദിച്ചിരിക്കുന്നത്. കണക്ക് വെച്ചാൽ ഇന്നത്തെ ആരെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും മുന്നിൽ കണക്കുണ്ട്. ആ കണക്ക് വെച്ച് ജനം ചോദിക്കുകയാണ്, നിങ്ങളെന്ത് ചെയ്തു? ഒരു വണ്ണംഘട്ടം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു 242 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന്. എങ്ങനെ നടത്തിയത്? അദ്ദേഹത്തിനുള്ളത് 30 കോടി രൂപയാണ്. MLA ഫണ്ടും ആശയ വികസന ഫണ്ടും. അത് മാണ്ടി സാർ MLAമാർക്ക് കൊടുത്ത വരദാനമാണ്, കൈ കൊടുത്തൊരു ഗിഫ്റ്റാണ്, അഷ്വേർഡ് ഗിഫ്റ്റ്. അത് പ്രയോഗിച്ചുള്ള കളിയല്ലാതെ യാതൊരു പരിപാടിയും പാലായി നടന്നിട്ടില്ല. അവർ തന്നെ പറഞ്ഞു ഇതെല്ലാം ജോസ് കെ മാണി തടയുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ തടഞ്ഞിപ്പിച്ചെങ്ങനെ 258 കോടി പരിപാടി നടക്കുന്നത്? ആ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം പറഞ്ഞത് എന്തോ ബാക്കി കിഫ്ബി ആയിരിക്കും. കിഫ്ബി കിഫ്ബിയിലൊന്നും അല്ല, ഒരു കിഫ്ബിയുടെ ഫണ്ടും ഇല്ല. എല്ലാം അല്ലാതെ കിഫ്ബിയുടെ ഒരു ഫണ്ടും ഇവിടെ ഇല്ല. ഇപ്പം പാലാ റിംഗ് റോഡിന് കൊടുത്തിട്ടുണ്ട്, അല്ല കൊടുത്തിട്ടില്ല. ഇതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ട് LDF വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സീറ്റായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ജയസൂര്യൻ ഒരു കാര്യം പറഞ്ഞിട്ട് സുഹൃത്താണ്. BJPക്ക് ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയണം, ജയസൂര്യൻ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചതാണ്. അവിടെ BJPയുടെക്ക് പഞ്ചായത്ത് കിട്ടി. പക്ഷേ അങ്ങക്ക് ആ പഞ്ചായത്തിൽ ഭൂരിപക്ഷമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്
26,000 വോട്ടിൽ നിന്നും പെട്ടെന്ന് 10,000 വോട്ടായിട്ട് പ്രമീള ദേവി ചുരുങ്ങി BJP സ്ഥാനാർത്ഥി. 15,000 വോട്ട് എവിടെ പോയെന്ന് അറിഞ്ഞില്ല. 10,000 വോട്ടിന് ഒരാൾ ജയിച്ചു. ആ തന്ത്രമാണ് ഇത്. ഞാൻ പറയുന്നു, BJP കോട്ടയം ജില്ലയിൽ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും BJP കൊടുക്കുന്ന ഫണ്ട് അടിച്ചു മാറ്റാനാണ്. അവർക്ക് പല രാഷ്ട്രീയമുണ്ട്, പല സംഘടനകളെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. അവർ തന്നെയാണ് അതായത് അതിഥി തൊഴിലാളികളാണ് ഇന്ന് BJPയെ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറയാം. ഒരു കാര്യം കൂടി, സഭക്ക് BJPയോടുണ്ടായിരുന്ന ആ ഒരു അസ്പൃശ്യത അല്ലെങ്കിൽ ആ ഒരു ഐത്തം അത് മാറിയില്ലേ? BJPയോടുള്ള ഐത്തത്തിന് BJP എങ്ങനെ നാടിനോട് എന്നെ ഇടപെട്ടെ? നാടിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ അവരുടെ സഭയുടെ സമീപനം ഞാൻ ചോദിക്കുന്നു. സഭയുടെ സമീപനം, സഭയുടെ സമീപനം, സഭയ്ക്ക് പ്രത്യേകിച്ച് സമീപനം ഉണ്ടായിട്ട് കാര്യമില്ല. സഭയുടെ അംഗങ്ങളായ ആളുകൾക്ക് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള ബോധ്യമുണ്ട്. അവര് അതനുസരിച്ച് പ്രവർത്തിക്കും. സഭ പറഞ്ഞ സഭയ്ക്ക് ഉള്ളിലുള്ളവർ അല്ലെങ്കിൽ ഇടവകയിലുള്ളവർ അത് കേൾക്കില്ല, അവർ പറയില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ഗ്രഹാം സ്റ്റെയിൻസിനെയും പിള്ളേരെയും പച്ചയ്ക്ക് ചുട്ടുകൊന്ന് അത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. കന്യാസ്ത്രീയിൽ വേഷം ധരിച്ചുകൊണ്ട് പോയാൽ അവരെ അറസ്റ്റ് ചെയ്തിടുമല്ലേ. പാവങ്ങളും ദളിതരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തരുക. ഇതെല്ലാം ന്യൂനപക്ഷ പീഡനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. ആ രാജ്യത്തെ ജനങ്ങളെ സഭയുടെ ആളുകൾ കൃത്യമായും തെരഞ്ഞെടുപ്പ് പ്രതികരിക്കുമെന്ന് യാതൊരു തർക്കവും വേണ്ട. ശ്രീ ജെയ്സൺ, പാലാ ബിഷപ്പിനെതിരെ ആരാ FIR ഇട്ടത്? പാലാ ബിഷപ്പിനെതിരെ ഏത് വിഷയത്തിൽ, എന്തിനായിരുന്നു അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്? ഒരു പരാതി ഉണ്ടായെങ്കിൽ FIR ഇട്ടും. ആ കാര്യത്തിൽ എന്നാ തർക്കം ഇരിക്കുന്നത്? ആരാണേലും ഇടും. ജയസൂര്യനാണേലും ഞാനാണേലും ഇടും. ആർക്ക് വേണമെങ്കിലും ഒരു പരാതി കൊടുത്താൽ FIR ഇടിക്കാം. അത്രമാത്രം കഴിയാൽ മതി. നടപടിയൊന്നും എടുത്തില്ലല്ലോ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് FIR ഇട്ട് പേടിപ്പിച്ചതാണ്. യെസ്.